മുതൽ കൊട്ടേഷൻ വരെ പത്തനംതിട്ടയിൽ അധോലോകം സൃഷ്ടിച്ച പാസ്റ്റർ ബിനു വാഴമുട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞുവരുന്നത്. സുവിശേഷ പ്രചാരണത്തിന്റെ മറവിൽ നടക്കുന്നത് സംഘടിത മതപരിവർത്തനമാണ്. ഈ മതപരിവർത്തന ലോബിയെ ഒന്ന് തൊടാൻ പോലും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ മടിക്കുകയാണ്. പക്ഷേ സംഘടിത മതപരിവർത്തനത്തിൽ കേന്ദ്ര സർക്കാർ നടപടികൾ കർക്കശമാക്കിയ സമയമാണിത്. ബിനു വാഴമുട്ടത്തിനെ പോലുള്ള ആളുകൾക്ക് ലഭിക്കുന്ന വിദേശ ഫണ്ടിനെ കുറിച്ച് അന്വേഷണം വേണം എന്ന ആവശ്യം ശക്തമാകുകയാണ്. തിമോത്തി ഇനീഷ്യേറ്റീവ് പോലുള്ള മതം മാറ്റ ലോബികൾ ഒഴുക്കിയ പണം കേരളത്തിലും വൻതോതിൽ എത്തിയതായാണ് വിവരം. ഇത്തരം ക്രിമിനലുകളെ പിടിച്ചുകെട്ടാൻ കേരള പോലീസിന് കരുത്തില്ലെന്നാണോ കരുതേണ്ടത്? ബിനു വാഴമുട്ടം നിയമത്തിന് അതീതനോ? ജന ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി എത്തുന്നത് BHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, നാഷണൽ ലീഗ് പ്രതിനിധി ഹാഷിം അരിയിൽ, അഭിഭാഷകൻ അഡ്വക്കേറ്റ് KJ മനു, പരാതിക്കാരിയും ഡിജിറ്റൽ ക്രിയേറ്ററുമായ രേഖ സ്നേഹപ്പച്ച എന്നിവരാണ്. ഈ ബിനു വാഴമുട്ടം എന്ന് പറയുന്ന പാസ്റ്റർ നിയമത്തിന് അതീതനോ എന്നുള്ള ചോദ്യമാണ് ജനം ഉന്നയിക്കുന്നത്. അഡ്വക്കേറ്റ് KJ മനു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് KJ മനു, അങ്ങ് പത്തനംതിട്ടക്കാരനാണ്. യഥാർത്ഥത്തിൽ ഈ ബിനു വാഴമുട്ടം എന്ന് പറയുന്ന ഈ ക്രിമിനൽ ഏതെല്ലാം മേഖലകളിലാണ് വിഹരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ കൃത്യമായി അങ്ങേക്ക് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് ജനം TV ഒരു സ്പെഷ്യൽ ക്യാമ്പയിനായി രാവിലെ 10 മുതൽ 1 മണി വരെ നീക്കിവെച്ചത് ഈ ലൈവത്തണിന് വേണ്ടിയായിരുന്നു. ഈ ലൈവത്തണിൽ കൃത്യമായി പങ്കെടുത്ത് ഈ പരാതിക്കാരടക്കം പങ്കെടുത്തുകൊണ്ട് അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ നിയമത്തിന് അതീതനാണോ പാസ്റ്റർ എന്നുള്ളത് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് ഈ ബിനുവിന്റെ അധോലോക ബന്ധങ്ങൾ? കേൾക്കാം. ബിനു വാഴമുട്ടം നിയമത്തിന് അതീതൻ തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നിയമത്തിന് അതീതൻ തന്നെയാണ്. ബിനു വാഴമുട്ടത്തിനെതിരെ പ്രതിഷേധം നടത്തിയ BJP അനുഭാവികൾക്കും BJP പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ 3 കേസാണ് പത്തനംതിട്ട പോലീസ് എടുത്തിരിക്കുന്നത്. അതായത് ക്രൈം നമ്പർ 686/2026, ക്രൈം നമ്പർ 687/2026, 699/2020. അതും പോരാഞ്ഞിട്ട് പത്തനംതിട്ട CA വിളിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു, കൂടുതൽ നിങ്ങൾ പോയാൽ SC/ST ആക്ട് അനുസരിച്ച് നിങ്ങൾക്കെതിരെ കേസെടുക്കും. ബിനു വാഴമുട്ടത്തിനെതിരെ ഒരു കേസ് പോലും ഇതുവരെ എടുത്തിട്ടില്ല. അതാണ് സത്യം. ബിനു വാഴമുട്ടം യഥേഷ്ടം വിലസുന്നു, സ്വകാര്യ വിഹാരം നടത്തുന്നു. അദ്ദേഹത്തിന് ഒന്നും പേടിക്കേണ്ടതില്ല. യൂട്യൂബ് ചാനൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ചില കൂലി യൂട്യൂബ് ചാനലുകാരുണ്ട്, അവരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്, വെളുപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂലി ഗുണ്ടകൾ എതിർക്കുന്നവരെ അസഭ്യം പറയുകയും വധഭീഷണി നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ രേഖയ്ക്കെതിരെ വധഭീഷണി ഉണ്ടായി. രേഖ SP ഓഫീസിൽ പരാതി കൊടുത്തു. ഒരു നടപടി ഉണ്ടായില്ല, ഒരു കാര്യവും ഉണ്ടായില്ല. അവസാനം രേഖ ഭയന്നു. രേഖയ്ക്ക് ആ അവസരത്തിൽ പിന്മാറുക നിവൃത്തിയുള്ളായിരുന്നു. രേഖ അങ്ങനെ ചെയ്തു. ഞാൻ പിന്നീട് രേഖയെ കണ്ടത് പറഞ്ഞു, അങ്ങനെ പിന്മാറേണ്ട കാര്യമില്ല, അങ്ങനെയൊന്നും തുമ്മിയാൽ തെറിക്കുന്ന മൂക്കൊന്നും അല്ല നമ്മുടെ ജീവിതം ജീവൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ബിനു വാഴമുട്ടത്തിന്റെ ഇതുവരെയുള്ള പ്രവൃത്തിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ബിനു വാഴമുട്ടം നിയമത്തിന് അതീതം തന്നെയാണ്. ബിനു വാഴമുട്ടത്തിന് സപ്പോർട്ട് കൊടുക്കുന്നത് ഇവിടെ ഇടതു വലതു കക്ഷികളാണ്. യാതൊരു സംശയം വേണ്ട. അത് ലോക്കൽ നേതാക്കൾ മുതൽ മേളിലോട്ട് എല്ലാവരും അവരുടെ അയാളുടെ പൈസ കൈപ്പറ്റുന്ന ആളാണ്, ധനം കൈപ്പറ്റുന്ന ആൾക്കാരാണ്. ബിനു വാഴമുട്ടം നല്ലൊരു ഗുണ്ടയെ പോലെയാണ് പെരുമാറുന്നത്. ഈ പറയുന്ന അയാളുടെ പ്രയറിന് പറയുന്ന ഈ വളരെ നല്ല മനസ്സോ ഔദാര്യമോ സ്നേഹമോ കരുണയോ ഒന്നും അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിലില്ല. അദ്ദേഹത്തിന് എതിര് നിൽക്കുന്നവരെ വധഭീഷണിയാണ്, കൊന്നുകളയുമെന്നേ പറയും. ഈ ഓമല്ലൂക്കാരൻ ഒരു വെറ്റിനറി ഡോക്ടർ, അദ്ദേഹത്തിന്റെ വീടിനടുത്ത് അദ്ദേഹം പള്ളി പണിയാനുള്ള ഇത് ചെയ്യുന്നു. അദ്ദേഹം അതിനെതിരെ പരാതി കൊടുത്തു. അയാളും അയാളുടെ ഗുണ്ടകളും ചെന്ന് വെറ്റിനറി ഡോക്ടർ ഇപ്പോഴും ഉണ്ട്, രാജൻ എന്ന് പറഞ്ഞ വെറ്റിനറി ഡോക്ടറാണ്. അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹം ഇന്റർവ്യൂ വരാൻ തയ്യാറാണ്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇതിനകത്ത് എതിര് നിന്നാൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും. അത്രയ്ക്ക് ധാർഷ്ട്യവും അഹങ്കാരവും ബലവുമാണ്, ആൾബലമുണ്ട്. കൂടെ നിൽക്കുന്നവരെല്ലാം ഗുണ്ടകളാണ്. പണ്ട് ഗുണ്ടകളായവർ ഇപ്പോൾ മാനസാന്തരം വന്ന് നിൽക്കുന്നു അല്ല, അതേ ഗുണ്ടകളെ
കൂലിക്ക് കൊടുത്ത് കൂടെ നിർത്തിയിരിക്കുകയാണ്. ഈ അത്തരത്തിലുള്ള ഒരു കൊടും ക്രിമിനലാണ് ഈ ബിനു പാസ്റ്റർ എന്ന് പറയുന്ന ആൾ. അയാൾ നിയമത്തിന് അതീതനാണ്. ഇതുവരെ അയാൾക്കെതിരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. വളരെ ഖേദകരമാണ്. ഞാൻ രേഖയോടൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തിട്ട് എന്ത് ചെയ്യാനാ ചേട്ടാ എന്നോട് പറയുന്നത്. പോലീസ് ആണെങ്കിൽ SP-ക്കാണ് പരാതി കൊടുത്തത്. CI പോട്ടെ, സർക്കിൾ ഇൻസ്പെക്ടർ പോട്ടെ, SP-ക്ക് കൊടുത്തിട്ടൊക്കെ ഒരു നടപടി ഉണ്ടായില്ല എന്ന് പറയുന്നത് എത്ര ദയനീയമാണ്. ഈ കേരളം എന്നാ പറയുന്നത്, പ്രബുദ്ധ കേരളം എന്നാ പറയുന്നത്, എന്നാൽ ഒരു നടപടിയുമില്ല. അത്രയ്ക്ക് അധപ്പതിച്ചിരിക്കുന്നു. അയാളുടെ പിന്താങ്ങികളല്ലാത്ത ഒരാളെയും BJP-ക്കാരല്ലാത്ത ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ ബിനു വാഴമുട്ടത്തെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിട്ടുള്ളത് ക്രിസ്ത്യൻ സമൂഹം തന്നെയാണ്. പല സഭകളിലുള്ള ആൾക്കാരെ അദ്ദേഹം ചൊറിഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് അയാളുടെ സഭയിൽ ചേർന്നു. എന്നിട്ട് അവരുടെ ധനവും മറ്റെല്ലാം കവർന്നെടുക്കും. മറ്റെല്ലാം എന്ന് പറയുന്നത് ഒന്ന് ഓർത്തോണം, അത് ഞാൻ പച്ചയായി പറയുന്നില്ല, കവർന്നെടുക്കും. അത്ര തന്ത്രശാലിയാണ് അയാൾ. ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. ചിലർക്കൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്. പൈസ കൊടുത്ത് ധനം കൊടുത്ത് കൂടെ നിർത്തി അയാൾ വലിയവരാണെന്ന് പറയിപ്പിക്കും. അതൊക്കെയാണ് ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത്. ഈ ബിനു വാഴമുട്ടത്തിന്റെയാണ്. കാരണം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ, അതിലെല്ലാം കൂടോത്രം ഒഴിപ്പിക്കുന്നു, കൈവിഷം ഒഴിപ്പിക്കുന്നു. ഇതൊക്കെ ഇന്ന് ഈ കാലത്ത് കൂടോത്രമൊന്നും കൈവിഷമൊന്നും ഒക്കെ പറഞ്ഞ് ഈ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ ഒരു ദുർമന്ത്രവാദി എന്നേ പറയാൻ പറ്റൂ. ഇയാൾ എന്താണ് ചെയ്യുന്നത്? ഇത് കഷ്ടമാണ്. ഇയാൾ എല്ലാ നിയമവ്യവസ്ഥതയ്ക്കും അതീതനാണ്. അയാൾ ഇപ്പോഴും അതീതനാണ്. ഇനി എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കണം, അയാൾ അല്ലാതായി മാറും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വികാരപൂർവ്വമാണ് ഇത് പറയുന്നത്. വെറുതെ ചർച്ചയ്ക്ക് വന്നിരുന്ന് പറയുന്നതല്ല. ശരി, ഞാൻ മടങ്ങിയെത്താം ഒരിടവേള. അഡ്വക്കേറ്റ് മനു, ഈ വലിയ ഫണ്ടിന്റെയൊക്കെ പിൻബലത്തിലാണല്ലോ ഇതുപോലെയുള്ള പാസ്റ്റർമാർ എല്ലാവിധ നിയമലംഘനങ്ങളും നടക്കുന്നത്. ഭൂമാഫിയയുടെ ആളായി പാസ്റ്റർ മാറുകയാണ്. പറയാൻ കൊള്ളാത്ത വിധത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പാസ്റ്ററെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത്തരത്തിൽ പരാതികളുമുണ്ട്. ഇയാൾക്ക് എവിടെ നിന്നാണ് ഇത്ര വലിയ തോതിൽ ഈ പണം കിട്ടുന്നത് എന്നതടക്കം പരിശോധിക്കേണ്ടതല്ലേ? അപ്പോഴാണ് ഈ രാജ്യത്തെ കാർന്നു തിന്നുന്ന, ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വലിയ ഭീഷണിയാകുന്ന ഈ മതംമാറ്റ ലോബിയെയൊക്കെ വൻതോതിൽ ഫണ്ട് ചെയ്യുന്ന ചില വിദേശ ഇടപാടുകളിലേക്ക് കൂടി, വിദേശ ഏജൻസികളിലേക്ക് കൂടിയുള്ള അന്വേഷണം പോകേണ്ടത്. ഇത് ഒരു ടെററിസ്റ്റ് ആക്ട് പോലെ തന്നെയുള്ള ഒരു ആക്ടാണ്. അതായത് നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരു പ്രവൃത്തിയാണ് ബിനു പാസ്റ്ററെ പോലുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിനു പാസ്റ്റർ ഒരു 10 വർഷത്തിന് മുമ്പ് സാധാരണ, ഇപ്പൊ എന്റെയും നിങ്ങളെയൊക്കെ പോലെ സാധാരണക്കാരനായിരുന്നു. ഇപ്പോൾ കോടാനുകോടി രൂപ. ഇദ്ദേഹത്തിന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്? അദ്ദേഹം വിവരിക്കുന്നത് അദ്ദേഹത്തിന്റെ സഭയിൽ വരുന്നവരൊക്കെ കൊടുക്കുന്നതാണ്. സഭയിൽ വരുന്നവരെല്ലാം സാധാരണപ്പെട്ടവരും ചില ദരിദ്രരുമാണ്. ഇത് ഇങ്ങനെ ഉണ്ടാകുന്നു. ഇതാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. ഇത് കൂടുതലൊന്നും തിരയേണ്ട ഒരു കാര്യവുമില്ല. കൂടുതലെങ്ങും അന്വേഷിക്കണ്ട. ഇദ്ദേഹത്തിന്റെ സോഴ്സ് ഓഫ് ഇൻകം അന്വേഷിച്ചാൽ മതി. ഇതെങ്ങനെ വരുന്നു? ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ആസ്തിയെ പറ്റി ഒന്ന് ഉപരിപ്ലവമായിട്ട് അന്വേഷിച്ചപ്പോൾ 200 കോടി രൂപയുടെ ആസ്തി പ്രത്യക്ഷമായിട്ടുണ്ട്. അത് ട്രസ്റ്റിന്റെ പേരിലൊക്കെയാണ്. വളരെ കൗശലശാലിയാണ്. സ്വന്തം പേരിലാകത്തില്ല, ട്രസ്റ്റിന്റെ പേരിലൊക്കെയാണ്. ട്രസ്റ്റിന് കിട്ടണതാണ്. പക്ഷെ കൈകാര്യം ചെയ്യുന്ന ബിനു പാസ്റ്റർ തന്നെയാണ്. ഇത് കിട്ടാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ആൾക്കാരെ കൂട്ടി പ്രാർത്ഥനയും കൂടോത്രം മാറ്റുക, കൈവശം മാറ്റുക, ഇങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങൾ ചെയ്യുന്നത്. വേറെ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകൻ, ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ഇതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ടോ? അവിടെ എല്ലാം ബിനു പാസ്റ്ററിന്റെ കരങ്ങളെത്തിയിട്ടുണ്ട്, പണം എത്തിയിട്ടുണ്ട്. അതാണ് ദയനീയം. പോലീസ് ആരെയാണ് വേട്ടയാടുന്നത്? പോലീസ് വേട്ടയാടുന്നത് ബിനു പാസ്റ്ററിനെതിരെ പ്രതിഷേധിച്ചവരാണ് വേട്ടയാടുന്നത്. അതായത് സാധാരണ ജനപ്രതിനിധികള്, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർമാർക്ക് ഒക്കെ എതിരെ, അല്ലെങ്കിൽ രേഖയുടെ കൂട്ട് എതിരെ പറഞ്ഞവർക്ക് എതിരെ. എനിക്കെതിരെ ഇതുവരെ വന്നിട്ടില്ല, വരുമായിരിക്കാം. എന്നാലും ഈ ബിനു പാസ്റ്ററിന്റെ സോഴ്സ് ഓഫ് ഇൻകം അന്വേഷിക്കുന്നത് വളരെ അനിവാര്യമാണ്. അതിനെതിരെ ഏതൊക്കെ ഏജൻസിക്ക് പരാതി കൊടുക്കണം, എല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇയാൾ പിടിക്കപ്പെടുക തന്നെ വേണം. ഇയാൾക്ക് അങ്ങനെയൊന്നും മൂടി വയ്ക്കാൻ പറ്റത്തില്ല. സോഴ്സ് ഇല്ലാത്ത ഇൻകം അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടെങ്കിൽ ഇത് വെളിയിൽ നിന്ന് വരുന്നതാണ്. ഈ ബിനു പാസ്റ്ററിന്റെ കൂട്ടുള്ളവരാണ് ഈ FCRA ഒക്കെ എതിർക്കുന്നത്. അതായത് അനധികൃതമായി പണം വന്നു ചേരുന്നത്. ആ പണം വന്നു ചേരുന്നതിന് തടയിടാൻ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമത്തിനെതിരെ
ഇവർ പ്രവർത്തിക്കുന്നത് ആ പണം തടയപ്പെടും. അതുകൊണ്ടാണ് കൃത്യമാണ്. പിന്നെ അതുപോലെ ഇദ്ദേഹം ചെയ്തിട്ടുള്ള പല ക്രൂരകൃത്യങ്ങളും. ഇവിടെ ഓമല്ലൂർ തന്നെ ഒരു 45 വയസ്സുള്ള ഒരാൾ ക്യാൻസർ ആയിട്ട് വന്നു, പല ചികിത്സയും നടത്തി. ക്യാൻസർ ഇപ്പൊ അയാൾ മരിച്ചുപോയി. പല ചികിത്സയും നടത്തി, ക്യാൻസർ ഭേദമായില്ല. ഒരു പാസ്റ്റർ ആളിനെ വിട്ടു വിളിച്ചു, ഞാൻ പ്രാർത്ഥിച്ച് മാറ്റിത്തരാം. അവസാനം പ്രാർത്ഥനയൊക്കെ നടത്തി. അയാളിൽ നിന്ന് കുറേയൊക്കെ ഏറെ പണവും വാങ്ങി അയാൾ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ദുരനുഭവം ഉണ്ടായി. അവർ ഇവിടുന്ന് ഗൾഫിലൊക്കെ പോയി. അവർ പലരോട് ഈ കഥ പറഞ്ഞു, പക്ഷെ പരാതി കൊടുക്കാൻ അവർ തയ്യാറല്ല. ഇത് സത്യമായിട്ടുള്ള കഥയല്ല, സത്യമാണ്. ഇത്തരത്തിലുള്ള ഏറ്റവും കൂടുതൽ ഒരു പക്കാ ക്രിമിനൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് ബിനു പാസ്റ്റർ ഇത്രയും കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനാണ്, പക്ഷെ മുഴുവൻ കാപട്യവും വൃത്തികേടുമാണ്. തനി ഒരു ക്രിമിനൽ, ഒരു ബോൺ ക്രിമിനൽ പോലുള്ള ഒരാളാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അഡ്വക്കേറ്റ് മനു, ഈ പത്തനംതിട്ട എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ലോബി വർക്ക് ചെയ്യുന്ന ജില്ലയായിരിക്കാം പത്തനംതിട്ട. അവിടേക്ക് വളരെ സമഗ്രമായ ഒരു അന്വേഷണം വേണം. പോലീസിനെ വിശ്വസിക്കാൻ സാധിക്കുമോ? ഇനി കോടതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചാലേ നീതി കിട്ടുകയുള്ളൂ എന്നുള്ളൊരവസ്ഥ എത്തുകയാണ്. അങ്ങനെ നീക്കമുണ്ടോ? ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് പോലീസിനെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ് കാര്യം? സംഘടനാപരമായിട്ട് നേരിടുക. ബി ജെ പി സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ ശക്തമായി. യഥാർത്ഥത്തില് തഴയപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ശക്തമായി നന്നായിട്ട് പ്രതികരിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകൂ. വെറുതെ ഇരുന്നാൽ ഉണ്ടാകത്തില്ല. പിന്നെ ഈ മതപരിവർത്തനത്തെ പറ്റി പറഞ്ഞു. ഈ മതേതര രാജ്യത്തുള്ള മതപരിവർത്തനം എന്തിനാ? മതേതരമാണ് നമ്മളല്ല, അതായിരുന്നു വൈരുദ്ധ്യം. ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞതാണ്. ഇവിടെ ഞാൻ മലയാളപ്പുരം അമ്പലത്തിൽ പോകുന്നു, 10 പേരെ ഭദ്രകാളി എന്നെ കൂടുതൽ അനുഗ്രഹിക്കും ഇല്ല. അപ്പോൾ അതിന്റെ ഒരു ഉദ്ദേശമുണ്ട്, ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ഇത് വിദേശ ഫണ്ടിങ് എന്തിനു വരുന്നു? അവരുടെ ആശയങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാൻ. എന്താശയങ്ങൾ? ഈ രാജ്യത്തെ തകർക്കാനുള്ള ആശയങ്ങൾ. അതാണ് പരിവർത്തനത്തിന്റെ ഭീകരത. അതാണ് നമ്മൾ കാണേണ്ടത്. ഇത് നിസ്സാരമായി കണക്കാക്കരുത്. മതപരിവർത്തനം എന്നത് തീർത്തും ഇല്ലാതാവേണ്ട കാര്യമാണ്. ഒരു കാരണവശാലും അനുവദിക്കപ്പെടേണ്ടാത്ത കാര്യമാണ്. പള്ളി പൊക്കോട്ടെ, ഈ മതപരിവർത്തനം നടത്തണമെന്ന് ആര് പറഞ്ഞു? ഈശ്വരനെ വിളിക്കാൻ മതപരിവർത്തനം നടത്തുന്നതായല്ലോ. ഇത് നമ്മൾ വളരെ ഗൗരവതരമായിട്ട് എടുക്കണം. പോലീസ് ഈ സ്ഥിതി അനുസരിച്ച് പോലീസ് ഒരു കാരണവശാലും യാതൊന്നും ചെയ്യത്തില്ല. പോലീസിന്റെ സർവ്വവിധ സപ്പോർട്ടുമുണ്ട്. LDF UDF നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരും ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല, അനക്കുകയുമില്ല. ഓക്കെ.